അതോട്ടെ എങ്ങനെയാണ് പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? വളരെ ഊർജം നൽകുന്ന രീതിയിലുള്ള അനുഭവങ്ങളും ആവേശവുമാണ് നാട്ടിലെമ്പാടും. ഞങ്ങളിപ്പോൾ ഒരു രണ്ട് റൗണ്ട് മണ്ഡലമാകെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും അതുപോലെ തന്നെ ഈ സമരഭൂമിയിൽ ജീവിതം സമർപ്പിച്ചിട്ടുള്ള രക്തസാക്ഷികളെ അവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ ചെല്ലാനും അവിടെ നിന്നൊക്കെ ജനങ്ങളെ കാണാനും എളുപ്പമായി. അതുപോലെ വിവിധ സ്ഥാപനങ്ങൾ ഉള്ള ആളുകളെയൊക്കെ അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ഈ സന്ദർഭത്തിൽ കഴിഞ്ഞു. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെടുന്നവരും വിവിധ തൊഴിൽ മേഖലകളിലുള്ളവരുമെല്ലാം ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതുവരെ ഇല്ലാത്തൊരു അനുഭവം, ഏറ്റവും മനസ്സിന് ആവേശവും മറ്റൊരർത്ഥത്തിൽ കുളിർമയും നൽകുന്ന അനുഭവമാണ് എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇന്നലെ കുഞ്ഞികൃഷ്ണൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി, അതിനെ എങ്ങനെ കാണുന്നു? ആർക്ക് സ്ഥാനാർത്ഥിയാവല്ലോ ഈ കാലത്ത്? അതിനൊന്നും മുഖവിലക്കെടുക്കേണ്ടതോ പരിഗണിക്കേണ്ടതോ ഒരു കാര്യമില്ല. ആർക്ക് സ്ഥാനാർത്ഥിയാവാം, അത് അവരുടെ ഇഷ്ടമാണ്. അവരെ കഴിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പായല്ലോ, CPIM എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള ആക്രമണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ തയ്യാറാവാത്തൊരു പാർട്ടിയാണ്. ഈ പാർട്ടിയെ വഞ്ചിച്ചു പോകുന്നവരെ പോലും ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിൽ ഉള്ളൊരു ശീലമുള്ള പാർട്ടിയല്ല CPIM. നിങ്ങൾ അഭിമാനത്തോടു കൂടിയിട്ട് അത് പറയാണ്. അതുപോലെ ഇപ്പം വി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയാണെങ്കിൽ UDF വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്താതെ വി കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? UDF അങ്ങനെ ഒരു ഗതികേടിന് UDF നിൽക്കുന്നു ഞങ്ങൾ കരുതുന്നില്ല. ഇങ്ങനെയില്ല, ഓരോ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ആരെങ്കിലും ഇങ്ങനെ വെറുതെ തങ്ങളിലേക്ക് കുട്ടിവിളിച്ച് കൊണ്ടുപോകാനൊന്നും UDF സന്നദ്ധമാകുന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എവിടെയാണോ ചെന്ന് വീഴേണ്ടത് ചില ആളുകൾ അവിടെ ചെന്ന് വീഴുന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അല്ല, ജനങ്ങളാകെ പാർട്ടിയാകെ വരികയാണ്. അതിന് മുമ്പിൽ ഞാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടെന്നേ ഉള്ളൂ. അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങളൊന്നുമല്ല ഇതിൻ്റെ ആൾ. നാട്ടിലെ ഈ പാർട്ടി പ്രവർത്തകർ, പാർട്ടിക്ക് വേണ്ടി രാവുമ്പോഴും പണിയെടുക്കുന്നവർ, അവരെല്ലാം മറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ രാത്രി പകലാക്കിയിട്ട് ചുമരെഴുത്തും ബോർഡ് കിട്ടുന്നത് എല്ലാം ചെയ്യുന്നു. അതൊന്നും ഒരാളുടെ ഇതുകൊണ്ടൊന്നുമല്ല, ഒരു പ്രസ്ഥാനത്തിലുള്ള വിശ്വാസവും അതുകൊണ്ടുള്ള ഈ നാടിൻ്റെ ഒരു കരുത്തും കരുതലും എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ്. എന്താണ് ഇനി ജനങ്ങൾക്ക് കൊടുക്കാനുള്ള വാഗ്ദാനം? ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ട്. അവരുടെ ഏത് കാര്യത്തിലും ഞങ്ങളെല്ലാം ഉണ്ടാവും. ഒരു കാര്യത്തിലും ജനങ്ങളെ അവരുടെ വികാരങ്ങളെ തട്ടി മാറ്റിയിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകില്ല. അവരോടൊപ്പം എന്നും എപ്പോഴും ഞങ്ങളുണ്ടാവും. LDF അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് തുടരും. കേരളത്തിൻ്റെ വളർച്ച കൂടുതൽ വിപുലപ്പെടുത്തി ഉറപ്പാക്കുന്ന പ്രവൃത്തിയിൽ ഞങ്ങളെല്ലാവരും ഏർപ്പെടും. ഓക്കെ. അപ്പോൾ എന്തായാലും രണ്ടാം ദിനത്തിലും സജീവമായി തന്നെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.